ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സ്റ്റേജ് 3യിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഇന്ന് 11/25 എന്ന് പറയുന്നത് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ആരാണിത്? NG റാനഡെ അല്ലെ, മഹാദേവ ഗോവിന്ദ റാനഡെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് അദ്ദേഹം? മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് ആര്? MG റാനഡെ എന്ന് പറയുന്നത്. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചവറ, വൈകുണ്ഠസ്വാമി എല്ലാം എന്താണ്? കേരളവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ MG റാനഡെയാണ് നമ്മുടെ ആത്മറാം പാണ്ഡുരംഗാണ് എന്താ തുടങ്ങുന്നത്? പ്രാർത്ഥനാ സമാജം. ഈ പ്രാർത്ഥനാ സമാജവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു നേതാവാണ് ആര്? ഈ പറയുന്ന MG റാനഡെ. അതേപോലെ തന്നെ KT തലാങ് എന്നൊക്കെ പറയുന്നത് ഈ പ്രാർത്ഥനാ സമാജത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ്. ഓക്കെ ആണല്ലോ. ചാവറയച്ചന്റെ പ്രത്യേകത എന്താണ്? പള്ളിക്കൊരു പള്ളിക്കൂടം. ഇന്ന് മിക്ക പള്ളികളുടെ അല്ലെ, ഓരോ സ്കൂൾ പള്ളി, സെന്റ് അഗസ്റ്റിൻ, സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് ആൽബർട്ട്സ് എന്നൊക്കെ പറയുന്ന ഓരോ പള്ളികളുടെ കൂടെയും എന്തുണ്ട്? ഒരു സ്കൂളുണ്ട്. ആ ഒരു പദ്ധതി കൊണ്ടുവന്നത് തന്നെ ആരാണ്? ഈ പറയുന്ന ഏലിയാസ് ചാവറയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. VT ഭട്ടതിരിപ്പാടാണ്. വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പഠിക്കുന്നത്? സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അധ്യക്ഷനായിരുന്ന മലയാളി. സംസ്ഥാന പുനഃസംഘടന ആരാണ്? ഫസൽ അലി കമ്മീഷൻ അല്ലെ. ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കരും ഉണ്ടായിരുന്നു, HN കുൻസ്രുവും ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ്? സർദാർ KM പണിക്കരാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഫസൽ അലി കമ്മീഷൻ, ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ, ഹൃദയനാഥ് കുൻസ്രു അഥവാ HN കുൻസ്രു അല്ലെ. 1956 അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് 55-ൽ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു 56-ൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ആയില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. അപ്പൊ എന്താണ് 56-ൽ എന്ത് വരുന്നുണ്ട്? സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കുകയും അങ്ങനെ 1956 നവംബർ 1-ന് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അങ്ങനെ നിലവിൽ വരുവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ആരാണ്? 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ ആരുടേതാണ്? AK ഗോപാലന്റേതാണ് എന്റെ ജീവിതകഥ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനിച്ചു, 27 INC-യിൽ ചേർന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഓക്കെ, ഇദ്ദേഹമാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടത്. ആരാണ്? AKG ആണ് പാവങ്ങളുടെ പടത്തലവൻ. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? നമ്മുടെ AK ഗോപാലൻ എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്, നമ്മളെല്ലാവരും അല്ലെ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന AKG എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? എന്റെ ജീവിതകഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഫാക്റ്റ് ആണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 1ാം ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു 1952 ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്? AK ഗോപാലൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് പ്രത്യേകത എന്ന് പറയുന്നത് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ചോദിച്ചാലും അതും ആരാണ്? AK ഗോപാലനാണ്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും SCRT-ൽ പറഞ്ഞൊരു ഫാക്റ്റ് ആണിത്. ചേറ്റൂർ ശങ്കരൻ നായരുടേതാണ്. ഓക്കെ, ഏതാണ് ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്നത്? നമുക്കറിയാം INC-യിൽ അംഗമായിരുന്ന
അല്ലെ, INC അധ്യക്ഷനായിരുന്ന ഏക മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് സംഭവിച്ചത്? അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അവിടെ അംഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് എന്താ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച അദ്ദേഹം എന്താണ് ഉപേക്ഷിച്ചത്? അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് എന്താണ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഗാന്ധിജിയും അരാജകത്വം അല്ലെ, ഗാന്ധിജിയുടെ ആശയങ്ങളും അതേപോലെ നിസ്സഹകരണ പ്രസ്ഥാനം ഒക്കെ പോലെയുള്ള സമര രീതികളെ ഒക്കെ എന്താണ് വിമർശിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത്? ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ പുസ്തകം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫത്ഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവി ഗാസി മുഹമ്മദ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ഇനി എന്താണ് പറയുന്നത്? കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ് ഈ പറയുന്ന ഫത്ഹദുൽ മുബീൻ എന്ന് പറയുന്നത്. 55-ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. ഇത് നമ്മുടെ SCRT ഫാക്ടറായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എവിടെയാണ്? വടകര വനിതാ സമ്മേളനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എവിടെയായിരുന്നു? വടകരയിലായിരുന്നു. 1931 കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ത് ചെയ്യുന്നത്? സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷയാരായിരുന്നു? ഇതിന്റെ അധ്യക്ഷ പഠിച്ചു വെച്ചോ, മാർഗരറ്റ് പാവമണിയാണ് എന്ത് വടകരയിലെ ആദ്യത്തെ മഹിളാ സമ്മേളനത്തിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ആരാണ്? അയ്യത്താൻ ഗോപാലൻ. പഠിച്ചു വെച്ചോ, ദർസാർ സാഹിബ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് ഡോക്ടർ സാഹിബ് എന്ന് പറയുന്നതും എന്താണ് ഈ പറയുന്ന ദർസാർ സാഹിബ്. അതിന് തന്നെയാണ് ഡോക്ടർ സാഹിബ് എന്ന് ഉദ്ദേശിക്കുന്നതിനെയാണ് ദർസാർ സാഹിബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബ്രഹ്മസമാജം ഉണ്ടല്ലോ, നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളൊക്കെ നമ്മുടെ മലബാറിൽ പ്രചരിപ്പിച്ചതും അങ്ങനെ ആ ഒരു ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് റാവു സാഹിബ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹിബ് എന്ന ബഹുമതി കൊടുത്താണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? ആദരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കണം. സാരഞ്ജിനി പരിണയം, അതേപോലെ സുശീല ദുഃഖം, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ. എന്താണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. മറ്റു കൃതികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സാരഞ്ജിനി പരിണയം, പഠിച്ചു വെക്കണേ, സാരഞ്ജിനി പരിണയം. അതേപോലെ തന്നെ സുശീല ദുഃഖം, രണ്ടുമാരുടേതാണ്. ഈ പറയുന്ന ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന അയ്യത്താൻ ഗോപാലന്റേതാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഈഴവ മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ള? അത് നമ്മുടെ മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയലിന്റെ വർഷം ഏതാണ്? 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതിന് എതിരെയും എന്താണ്? തിരുവിതാംകൂറിലെ മലയാളികൾക്ക് എന്ത് ചെയ്യണം? അതായത് തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലികളിൽ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താ? മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്താണ്? ഈഴവ സമുദായം നേരിടുന്ന അവസ്ഥകളായിട്ട് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള, മലയാളി മെമ്മോറിയൽ 1891 എന്ന് പറയുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം അറിയാലോ, ഏതാണ് വർഷം? 1931. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ അത് 1932. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്?
പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠയ്യർ, ഷൺമുഖം ചെട്ടി. ആരാണ്? ഷൺമുഖം ചെട്ടിയാണ് പെടാത്തതെന്ന് പറയുന്നത്. പ്രജാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? 1941 ജനുവരി 26 കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ സ്ഥാപക നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചു. വി കൃഷ്ണൻ എഴുത്തച്ഛനുണ്ട്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ ആദ്യത്തെ പ്രസിഡന്റ്. എസ് നീലകണ്ഠയ്യർ ആദ്യത്തെ സെക്രട്ടറി. ഇദ്ദേഹമാണ് ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രസിഡന്റും നീലകണ്ഠയ്യർ സെക്രട്ടറിയുമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഷൺമുഖം ചെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ മന്ത്രി കൂടിയായിരുന്നു ആര്? ഷൺമുഖം ചെട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിലൊരെണ്ണം താഴെ പറയുന്നു. അപ്പോ ഏതൊക്കെയാണ്? പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണെന്ന് ആദ്യം പഠിച്ചു വെക്കാൻ നമുക്ക്. 4 എണ്ണം അല്ലേ? തോവാള, ഓക്കെ, അഗസ്തീശ്വരം, തോവാള, അഗസ്തീശ്വരം, അതേപോലെ കൽക്കുളം, പിന്നെ ഏതാണ്? വിളവങ്കോട്. ഇങ്ങനെ 4 പ്രദേശങ്ങളാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിലെ ഈ 4 താലൂക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തത്? മദ്രാശിക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ അതിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഗസ്തീശ്വരമാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഈ ദക്ഷിണ കാനറയിലെ, അതായത് കാസർഗോഡ് താലൂക്കൊക്കെ കേരളത്തോട് കൂട്ടിച്ചേർക്കുന്നത് മലബാർ അല്ലെ, പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഈ മലബാർ എന്ന് പറയുന്ന ജില്ല. അതും അതേപോലെ കാസർഗോഡും ഒക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഏതൊക്കെയാണ്? തിരുവിതാംകൂറിലെ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകൾ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തമിഴ്നാടിനോട് ചേർക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ കന്യാകുമാരി ജില്ല അല്ലെ രൂപീകരിക്കുന്നത്. ശരിക്കും പണ്ടപ്പോ കന്യാകുമാരി എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിൻ്റെത്. നമ്മൾ എന്ത് ചെയ്താണെന്ന് വിട്ടുകൊടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമേത്? വൈറ്റമിൻ എ കണ്ണും പൂട്ടി നമുക്കറിയാം അല്ലെ, നിശാന്തതയാണ്. നിശാന്തത വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മങ്ങിയ വെളിച്ചത്തിൽ രാത്രിയാകുമ്പോഴേക്കും എന്താണ് കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതായത് നേത്രാവരണം എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് വരണ്ടു പോകുന്നതിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി മയോപ്പിയ എന്ന് പറയുമ്പോൾ എന്താണത്? ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ്. ഓക്കെ, അതായത് എന്താണ്? കണ്ണിന്റെ ഒരു അപവർത്തന വൈകല്യമാണ്. നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അടുത്തുള്ള വസ്തുക്കളെയൊന്നും എന്താണ് കാണാനായിട്ട് പറ്റും. ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വം എന്ന് പറയുമ്പോൾ എന്താണ്? തൊട്ടടുത്തല്ലേ ഹ്രസ്വം, ദൈർഘ്യം കുറവാണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഹ്രസ്വം, അടുത്തുള്ള നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദൂരെയുള്ളവ എന്താണ്? കാണാൻ പറ്റില്ല. അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. വർണ്ണാന്തത എന്ന് പറയുമ്പോൾ എന്താണ്? ചില നിറങ്ങൾ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഡാൾട്ടനിസം അല്ലെ, ഡാൾട്ടൻ എഫക്ട്, ആ ഒരു രോഗമായിട്ട് പറയുക. അതായത് നമ്മുടെ പണ്ടത്തെ ശാസ്ത്രജ്ഞനായ ഡാൾട്ടന് ഈ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത, അത് ശരിക്കും ഒരു ജനിതകപരമായ അസുഖമാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. ഗ്ലോക്കോമ എന്താണ്? അതായത് കണ്ണിലെ പ്രഷർ കൂടി വരുമ്പോൾ അവസ്ഥയാണ് എന്ത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി അല്ലാത്തതാണ് വേണ്ടത്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അല്ലാത്തത് ചോദിക്കുമ്പോൾ അത് ഏതാണ് ആൻസർ വരേണ്ടത്? ഹിമോഫീലിയ ആണ്. ഓക്കെ, ഹിമോഫീലിയ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ജനിതക രോഗമാണ്. ഓക്കെ, എന്താണ് ഹിമോഫീലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഹിമോഫീലിയ രാജകീയ രോഗമാണ്. അതായത് ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും എന്ത് പറ്റില്ല? അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയാണ് ഹിമോഫീലിയ അല്ലെങ്കിൽ രാജകീയ രോഗം എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നിശബ്ദ വസന്തം. PSCയുടെ ചോദിച്ചു മടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. സൈലന്റ് സ്പ്രിംഗ് ആരാണ്? റേച്ചൽ കാർസൺ ആണ്. നിശബ്ദ വസന്തം എന്താണ് പ്രത്യേകത? അല്ലെ, DDT എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുസ്തകത്തിൽ മെയിൻ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ,
MS സ്വാമിനാഥൻ. ആരാണ് MS സ്വാമിനാഥൻ? ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലെ. ഇനി ചാൾസ് ഡാർവിൻ ആരാണ്? പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇനി അതേപോലെ തന്നെ സലീം അലി ആരാണ്? സലീം അലി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സലീം അലിയാണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? വന്യജീവി സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. പെരിയാറ്, ഇരവികുളം, സൈലന്റ് വാലി, അതേപോലെ തന്നെ ഏതാണ് വരുന്നത്? നീലഗിരി. ഏതാണ് വന്യജീവി സങ്കേതം? സൈലന്റ് വാലിയൊക്കെ നാഷണൽ പാർക്കാണ് അല്ലെ. പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഏതാണ്? നമ്മുടെ പല്ലിൽ കാണുന്ന ഇനാമൽ ആണ് അല്ലെ. ഇനാമൽ ആണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഇനി എന്താണ് ഡെൻഡൈൻ? എന്താണ്? നമ്മുടെ പല്ലിന്റെ കാഠിന്യമുള്ള പദാർത്ഥമായ ഇനാമലിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പാളിയാണ് എന്ത്? ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഏതാണ് പറയുന്നത്? തലയോട്. തലയോട് നമുക്കറിയാം അല്ലെ, കപാലം, തലയോട്. ഇനി എന്താണ് സ്റ്റേപ്പീസ്? സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. നമ്മുടെ മധ്യകർണത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റേപ്പീസ് സ്ഥിതി ചെയ്യുന്നത്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? HIV എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. അപ്പൊ അത് ഏതായിരിക്കും? അത് നമ്മുടെ ലിംഫോസൈറ്റുകളാണ്. ഓക്കെ, ലിംഫോസൈറ്റുകളിലെ T ഹൈപ്പർ കോശങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വൈറസുകളെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് യൂറിയ നിർമ്മിക്കുന്നത്? അത് നമ്മുടെ കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് നമുക്കറിയാം, നമ്മുടെ പ്രോട്ടീനുകളുടെ വിഘടനമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്? അമോണിയ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമേത്? അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. ഏതാണ് കേരള കാർഷിക സർവകലാശാല കൊണ്ടുവന്നത്? അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. ഏതായിരിക്കും ആൻസർ വരേണ്ടത്? അത് പ്രിയങ്കയാണ്. പ്രിയങ്ക പാവൽ. ഓക്കെ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏതാണ്? അത് 2023 ചെറുധാന്യ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ചെറുധാന്യ വർഷം അപ്പൊ 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളത്? അത് 5 ലക്ഷം രൂപയാണ്. അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ് നോക്കാം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പോസിറ്റീവായ സന്ദർഭം, 3 മാത്രമാണ് പോസിറ്റീവ്, 2ഉം 3ഉം പോസിറ്റീവാണ്, 1ഉം 2ഉം പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? എന്താണ് പോസിറ്റീവ് പ്രവൃത്തി അല്ലെ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കണം. അതായത് നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് കല്ല് മുകളിലേക്ക് എറിയുവാണ്. ഇത് നമ്മുടെ ഭൂമിയാണേ. ഞാനിവിടെ നിന്ന് കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു. അപ്പൊ കല്ല് മുകളിലോട്ട് പോയി ഭൂഗുരുത്വാകർഷണ ബലം താഴോക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? അതവിടെ 1 അല്ലെ. ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ? അല്ല, അത് നെഗറ്റീവ് ആണ്. കല്ലിന് എനിക്ക് മുകളിലേക്കാണ് വിടേണ്ടത്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂഗുരുത്വാകർഷണ ബലം കല്ലിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. സോ ഇത് എന്താണ് ഇവിടെ? അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. സോ ആൻസർ ഇവിടെ എന്താണ്? അത് തെറ്റാണ്. 1 പറയുന്നത് ശരിയല്ല. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അല്ലെ. ഈ പറയുന്ന നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ തെങ്ങാണല്ലേ. ഈ തെങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തേങ്ങ താഴേക്ക് വീഴുവാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്താണ് ചെയ്യുന്നത്? തേങ്ങയെ താഴേക്ക് തന്നെയല്ലേ വലിക്കുന്നത്. അപ്പൊ അവിടെ എന്താണത്? പോസിറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം കല്ലിൽ ഉപയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ. ഞാൻ ഈ കല്ല് മുകളിലേക്ക് എറിയണമെങ്കിൽ ഞാൻ അതിനെ മുകളിലേക്ക് തന്നെയാണ് ആ ബലം കൊടുക്കുന്നത്. സോ ഇതും എന്താണ്? ഞാൻ കൊടുക്കുന്ന ബലം എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയല്ലേ കല്ലും പോകുന്നത്. അപ്പൊ ഇതും പോസിറ്റീവാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി 2ഉം 3ഉം ഇവിടെ പോസിറ്റീവായ പ്രവൃത്തിയാണ്. അപ്പൊ 71 എന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ്? സി 2ഉം 3ഉം പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങളാണ്.
നെക്സ്റ്റ് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നോക്കാം നമുക്ക്. എങ്ങനെയാ പറയുന്നത്? ഒരു കോൺകേവ് ദർപ്പണം, കേവ് ആണ് പറയുന്നത്. സോ കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വരേണ്ടത്? ഇങ്ങനെയാണ് കോൺകേവ് ദർപ്പണം, അല്ലെ? അവിടെ നമുക്കറിയാം എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അതായത് പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിൽ, അതിനെയാണ് ഈ പറയുന്നത്. ഇതാണ് എഫ് വരുന്നത്, ഇതാണ് അതിന്റെ പോൾ. ഇവിടെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചു അതെന്താണ് അവിടെ? ആ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും, എന്താണ്, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഏതാണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്, ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അതായത് കോൺകേവ് എഫിനും പിക്കും ഇടയിൽ, പിക്കും അതേപോലെ തന്നെ എന്താണ് സിക്കും ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? എത്രയാണ് മനുഷ്യരുടെ ശ്രവണപരിധി എന്ന് പറയുന്നത്? നമ്മൾ സൗണ്ടിന്റെ ഓൾറെഡി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. ഇത് 2000 ആണ്. ഇത് 2 ഹെർട്സ് മുതൽ 20,000 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 20 ഹെർട്സിൽ താഴെയായ ശബ്ദങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. 20,000 ഹെർട്സിൽ മുകളിലായ ശബ്ദങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് കയറി ചോദിക്കുന്നതാണ്. ഇൻഫ്രാസോണിക്കിലാണ് നമ്മുടെ ആന, തിമിംഗലം, ജിറാഫ് ഒക്കെ ആശയവിനിമയം നടത്തുന്നത് ഏതിലാണ്? ഇൻഫ്രാസോണിക്കിലാണ്. എങ്കിൽ നായ, പൂച്ച, വവ്വാല് തുടങ്ങിയ ജീവികൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അൾട്രാസോണിക് ആണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി സെൽഷ്യസ് താപനില കെൽവിൻ സ്കെയിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വരേണ്ടത്? നോക്കാം നമുക്ക് എത്രയാണ്. അതായത് നമുക്കറിയാം സെൽഷ്യസിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫാരൻഹീറ്റിലോട്ട് മാറ്റണം. അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഫാരൻഹീറ്റ് തന്നിരിക്കുന്നതിന് നമുക്ക് കെൽവിനിലോട്ട് മാറണം. അപ്പൊ അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഫാരൻഹീറ്റിനെ ആദ്യം സെൽഷ്യസിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ സി ഈക്വൽ ടു, ഇവിടെ എന്താണ് വരേണ്ടത്? സി ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു എന്താണ്? 5/9 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സി ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു 5/9 ചെയ്യുക. ഇവിടെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 98 മൈനസ് 32 എന്ന് വരും. ഇവിടെ ഇൻറ്റു എന്ത് ചെയ്യണം? 5/9 ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സോ 98 മൈനസ് 32 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? ഇവിടെ 66 വരും. 66 ഇൻറ്റു 5/9 ചെയ്യണം. ഇവിടെ നമുക്കിതിനെ കട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം 36.67 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 36.6 സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലോട്ട് മാറ്റാൻ എളുപ്പമാണ്. സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സി പ്ലസ് 273.15 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 36.67 നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 273.15 ആഡ് ചെയ്യണം. 36. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ്ലി എന്താണ് വരേണ്ടത്? 309 എന്ന് വരും. 6 3 9 7 3 10 309. അപ്പൊ അപ്രോക്സിമേറ്റ് വരുന്നത് 309.82 ആണ് കേട്ടോ. ഇവിടെ 36.67 കൂടി ഇല്ലേ? അപ്പൊ ഇവിടെ 82 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 309 എന്ന് പറയുമ്പോൾ നമുക്ക് അത് അപ്രോക്സിമേറ്റ് എങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും? 310 കെൽവിനിലോട്ട് മാറാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് ആദ്യം എന്ത് ചെയ്യണം? സെൽഷ്യസിനെ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എഫ് മൈനസ് 32 ഇൻറ്റു 5/9 ചെയ്യണം. ആ തന്നിരിക്കുന്ന സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസ് പ്ലസ് 273.15 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യം ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ചലനവുമായി ബന്ധപ്പെട്ട്? നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട് 3 സമവാക്യങ്ങളാണ് ഉള്ളത്.
V ഈക്വൽ ടു U പ്ലസ് AT, ഇതൊന്നാമത്തെ സമവാക്യം. രണ്ടാമത്തേത് S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്? V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS എന്നുള്ളതാണ്. V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം, U പ്ലസ് ST ആണ്, സോ ഇതല്ല. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്, അപ്പൊ ഇതുമല്ല. V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AT, ഇതുമല്ല. ഇനി ആകെയുള്ളത് ഇത് മാത്രമാണല്ലോ, നോക്കിക്കേ. ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതാണ് U സ്ക്വയർ പ്ലസ് 2AS എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരേണ്ടത്? V സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, കണ്ടോ? കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷനിൽ ഈ പറഞ്ഞിരിക്കുന്നത് V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇക്വേഷൻ ആയിട്ട് മാറും. U സ്ക്വയർ പ്ലസ് 2AS ഈക്വൽ ടു V സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഏതാണ് ചലന സമവാക്യം ബന്ധമുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ U എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യ പ്രവേഗം അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? U എന്ന് പറയുന്നത്. അടുത്തത് V എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി ആണ് എന്ത് പറയുന്നത്? V എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരേണ്ടത്? ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ചലന സമവാക്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ചലന സമവാക്യങ്ങളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. V ഈക്വൽ ടു U പ്ലസ് AT ആണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരേണ്ടത് S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. തേർഡ് വരേണ്ടതാണ് V സ്ക്വയർ ഈക്വൽ ടു 2AS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന പരിവർത്തനം, ഊർജ്ജ പരിവർത്തനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പെട്രോൾ കാറിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, അല്ലെങ്കിൽ എന്താണ്? താപോർജ്ജം വൈദ്യോർജ്ജമാകുന്നു, രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു അല്ലെ. അതിനുള്ളിൽ നടക്കുന്ന ആ ബാറ്ററി അല്ലെ, അതിനുള്ളിൽ നടക്കുന്ന രാസോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? ഗതികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പെട്രോളിനുള്ളിൽ നടക്കുന്ന ആ ഒരു രാസോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? അത് എഞ്ചിൻ കത്തി താപോർജ്ജമായിട്ട് മാറും. ആ താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറും. ആ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറും? ഗതികോർജ്ജമായിട്ട് മാറും. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണത്? അവിടെ രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ വേണം? സൂര്യഗ്രഹണമാണ് നമുക്ക് വേണ്ടത്. സൂര്യഗ്രഹണത്തില് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഏതാണ് ആൻസർ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അതായത് ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇത് നമ്മുടെ സൂര്യൻ, ഇത് നമ്മുടെ ഭൂമി. സൂര്യനും ഭൂമിക്കിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സൂര്യഗ്രഹണം വരുന്നത്. സോളാർ എക്ലിപ്സ് എന്ന് പറയും. സൂര്യനും ഭൂമിക്കുമിടയിൽ ആര് വരണം? ചന്ദ്രൻ വരണം. അങ്ങനെയാണെങ്കിൽ അല്ലെ, നമുക്കിത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചന്ദ്രഗ്രഹണമാണെങ്കിലോ, ഇത് സൂര്യഗ്രഹണമല്ലേ പറഞ്ഞത്? എന്താ പറയുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രഗ്രഹണമാണെങ്കിലോ, ഇവിടെ എന്തുണ്ട്? സൂര്യനുണ്ട്. ഇവിടെ എന്ത് വരും? ചന്ദ്രൻ വരും. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ഇത് നമ്മുടെ ആരാണ്? സൂര്യനാണ്. ഇത് നമ്മുടെ ഭൂമിയാണ്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ചന്ദ്രഗ്രഹണം വരുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് സംഭവിക്കുന്നത് എന്താണ്? ചന്ദ്രഗ്രഹണമാണ്. അത് പഠിച്ചു വെക്കണേ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നാൽ സൂര്യഗ്രഹണം. ഓർത്തിരിക്കുക, ആദ്യം ആരാണ്? സൂര്യനാണെന്ന് ഓർത്തിരിക്കുക. രണ്ടിടത്തും ചന്ദ്രനാണ് ആദ്യം വരുന്നതെങ്കിൽ എന്തായിരിക്കും അത്? ചന്ദ്രഗ്രഹണമായിരിക്കും. സൂര്യഗ്രഹണമായിരിക്കും. ചന്ദ്രൻ ആദ്യം വന്നാൽ സൂര്യഗ്രഹണം, ഭൂമി ആദ്യം വന്നാൽ ചന്ദ്രഗ്രഹണമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ എന്താണ് പ്രത്യേകത? നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എപ്പോഴും നമ്മൾ H2 ആയിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ സി 2 മാത്രമാണ്. അതായത് ഹൈഡ്രജൻ എന്തില്ല? നിറവുമില്ല മണവും ഇല്ലാത്തൊരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യില്ല? ജലത്തിൽ ലയിക്കില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ്. അതായത് ജലത്തിൽ ലയിക്കാത്ത വാതകമായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനെ കാണുന്നത്. ദ്വയാറ്റോമികം എപ്പോഴും ഹൈഡ്രജൻ H2 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്?
ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന് പേര് നൽകിയത്, കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയർ ആണ്. ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയർ. ഓക്കെ, ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഭാരം കുറഞ്ഞ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഒരു മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ, അല്ലെ? അതേപോലെ തന്നെ മറ്റൊരു ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന്റെ പ്രധാന ഐസോട്ടോപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ്? പ്രോട്ടിയം. പ്രോട്ടിയം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം മൂന്നും ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഓക്കെ, പ്രോട്ടിയം എന്ന് പറയുമ്പോൾ എന്താണ്? H11. ഇവിടെ നമുക്ക് H21 എന്ന് വരും. ഇവിടെ നമുക്ക് H31 എന്ന് വരും. ഇതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ജലത്തിൽ ലയിക്കുന്നു എന്നുള്ള പ്രസ്താവന മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, വ്യത്യസ്ത മാസ് ആയിരിക്കും. ടോപ്പ് മാസ് ആണെന്ന് വിചാരിക്കുക, അല്ലെ? മാസ് വേറെ ലെവലാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചു വെക്കുക. അപ്പൊ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും എന്താണ്? ഒരേ ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങൾ. ഒരു മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഒരേ മൂലകത്തിന് ഇപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ പറഞ്ഞു, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. അത് മൂന്നും എന്താണ്? ഹൈഡ്രജന്റേതാണ്, അല്ലെ? ഹൈഡ്രജന്റെ തന്നെയാണ്. അപ്പൊ എന്താണ്? ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. അവിടെ എന്താ വ്യത്യാസം? വ്യത്യസ്ത മാസ് നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു കൊണ്ടാ, വ്യത്യസ്ത മാസ് നമ്പർ, മുകളിൽ എഴുതുന്ന മാസ് നമ്പർ മാറുന്നുണ്ട്. പ്രോട്ടിയത്തിൻ്റെത് H11 ആണ്, ഡ്യൂട്ടീരിയത്തിൻ്റെത് H21 ആണ്, ട്രിഷ്യത്തിൻ്റെത് H31 ആണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണെന്ത്? ഈ പറയുന്ന ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി 0 ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിക്കും. അവിടെ ഏതാണത്? പ്രോട്ടോൺ ആണ്. അതായത് ഈ പറയുന്നതില് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ പ്രോട്ടോൺ അല്ല, ഏതായിരുന്നു? പ്രോട്ടിയം. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. 1 - 1 0 ആണ്. അപ്പൊ ഇവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം 0 ആണ്. ഇവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 - 1 1 ആണ് ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് പോവേണ്ടത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പൊ എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഐസോടോപ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പർ സംഖ്യയുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോട്ടോൺ എന്താണ്? ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോട്ടോൺ. ഇപ്പൊ നമുക്കറിയാം കാർബണിന്റെ 14 അതേപോലെ തന്നെ ഓക്സിജന്റേത് 16 ഓക്കെ, അതിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിലെ ന്യൂട്രോണിന്റെ എണ്ണം 2-നും 8 വീതമാണ്. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായവയെ പറയുന്ന പേരാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഐസോട്ടോൺ. ഐസോബാർ എന്താണ്? അപ്പോ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണെങ്കിൽ ഐസോബാർ ആണ്. ഐസോടോപ്പ് ആണെങ്കിൽ പല പല മാസ് കാണിക്കും, അല്ലെ? ടോപ്പിലുള്ള ആക്ടേഴ്സ് ഒക്കെ പല പല മാസ് കാണിക്കും. വ്യത്യസ്ത മാസുകളാണെന്ന് വിചാരിക്കുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റോമിക സംഖ്യ 8 മൂലകം ഏത്? ആറ്റോമിക സംഖ്യ 8 ഏതാണ്? ആറ്റോമിക സംഖ്യ 8 എന്ന് പറയുമ്പോൾ ഓക്സിജൻ അല്ലേ വരുന്നത്? ഓപ്ഷൻ ഡി, ഓക്സിജൻ ആണ് വരേണ്ടത്. ഹൈഡ്രജന്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? ഹൈഡ്രജന്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. കാർബൺ ആണെങ്കിൽ ആറ്റോമിക സംഖ്യ 6 ആണ്. നൈട്രജൻ ആണെങ്കിൽ ആറ്റോമിക സംഖ്യ 7 ആണ്. ഓക്കെ, ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, എങ്ങനെയാ നമ്മൾ അതിന്റെ ആറ്റോമിക നമ്പർ പഠിക്കുന്ന? ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ചിട്ട്. ഫ്ലൂറിന്റെ എത്രയാണ്? ഫ്ലൂറിനാണെങ്കിൽ അത് 9 ആയിരിക്കും. ഓക്സിജൻ ആണെങ്കിൽ എത്രയാണ്? 8 ആണ്. നൈട്രജൻ ആണെങ്കിൽ അത് എത്രയാണ്? 7 ആണ്. ബോറോൺ എത്രയാണ്?
ബോറോൺ ബി എന്ന് പറയുന്ന 5 ബോറോൺ വരുന്നത്. നിയോണിന്റെ ആറ്റോമിക നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 10. ആറ്റോമിക സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, ആറ്റോമിക സംഖ്യ 8 എന്ന് പറയുന്നത് എന്തിൻ്റെതാണ്? ഓക്സിജന്റേതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 11/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരും ദിവസങ്ങളിൽ ഈ 4 ക്ലാസ്സുകളായിരിക്കും, 1, 2, 3 ആയിട്ട് 3 പാർട്ട് GKയും 1 പാർട്ട് മാത്സും കൂടി ആയിട്ട് 4 കൂടി ഞാൻ ഒരുമിച്ചും കൂടി ആക്കി ഇട്ട് തരാം. അപ്പോൾ താല്പര്യക്കാർ മിക്കവരും അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് താല്പര്യമുള്ളവർ അതും കൂടി കയറി കണ്ടു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്